ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വരുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ വീടിനുള്ളിൽ വളർത്തിയെടുക്കാം. ഇൻഡോർ പ്ലാന്റ്സ് അല്ലാത്ത പ്ലാന്റ്സും നമുക്കിപ്പോൾ വീടിനുള്ളിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് നാൾ വെയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് വീടിനുള്ളിലേക്ക് വയ്ക്കാം. അതായത് ഒരു 1 വീക്ക് നമ്മൾ വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് നമുക്ക് വെയിലിൽ കൊള്ളിക്കാം. പിന്നെ ഇതിനെല്ലാം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പോട്ടിലെ ചെടി വാങ്ങുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ടുള്ള ചെടികൾക്കൊക്കെ നല്ല 200-250 ഒക്കെ ചിലവ് വരും. പക്ഷേ അതിൻ്റെയൊക്കെ ചെറിയ ചെടികൾ വാങ്ങിയിട്ട് 100 റുപ്പീസ് 70 റുപ്പീസിനൊക്കെ നമ്മൾ വാങ്ങി പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ എല്ലാം കമ്പ് കട്ട് ചെയ്ത് കണ്ടു. പലതരത്തിലുള്ള മണി പ്ലാന്റ് ഉണ്ട്. കമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ പോട്ട് വാങ്ങിയിട്ട് അതിൽ പിടിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുത്ത മണി പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായിട്ട് വളരും. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതൊരു 250 ഒക്കെ നിറഞ്ഞു വന്ന പോട്ടിന് വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതൊക്കെ ചെറിയ ചട്ടിയിൽ വാങ്ങിയതാണ്. പിന്നീട് അത് തലകൾ ഒടിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഇത്രയും ബുഷിയായിട്ട് വന്നതാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ 2 തണ്ട് കൊണ്ട് വെച്ചാൽ മതി, നല്ല ബുഷിയായിട്ട് തന്നെ വരും. ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതിന് വെയിൽ വേണം. ഒരു 1 വീക്ക് നമ്മൾ വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് നമ്മൾ ഉള്ളിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ കിഴങ്ങുകളുണ്ട്, അത് പറിച്ച് വേറെ പോട്ടിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും ഒരുപോലെ തന്നെ ചെടി നല്ല ഭംഗിയിൽ തന്നെ വീട്ടിൽ വളർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ സെയിം ചെടി തന്നെ നമ്മൾ ഉള്ളിലും വെക്കുക, സെയിം ചെടി നമുക്ക് പുറത്ത് വെയിൽ കൊള്ളാനും വെക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തിയെടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാം. ഇതിൽ ചില ചെടികളൊക്കെ വീടിനുള്ളിൽ വെക്കാൻ പാടില്ലാത്തതും ഉണ്ട് കേട്ടോ, കുറച്ച് പോയ്സൺ ആയിട്ടുള്ളത്. അങ്ങനത്തെ ഒന്നും വെക്കണ്ട നിങ്ങൾ. പിന്നെ ഇതെല്ലാം നമുക്ക് ചെറിയ തണ്ടുകൾ അതിൽ നിന്ന് വരും. അതിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് നമുക്ക് വേറെ പോട്ടിൽ പിടിപ്പിക്കാം. ഇതെല്ലാം അങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഉള്ളിലിരിക്കുന്നത് പുറത്തേക്ക് വയ്ക്കും. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ചില്ല. നമ്മൾ പണ്ടൊക്കെ മുറ്റത്ത് വളർത്തിയിരുന്ന എല്ലാ ചെടികളും ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ചെറിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളരും. ബുഷിയായിട്ട് വളരാനായിട്ട് ആ കട്ട് ചെയ്ത് ചുറ്റി വെച്ച് കൊടുത്താൽ മതി ചട്ടിയിൽ. അപ്പോൾ നമ്മുടെ ചട്ടി കാണും കൂടി ഇല്ലേ പുറത്തേക്ക്, അതേപോലെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പഴയ ഭരണികൾ, പണ്ടത്തെ ഭരണികളൊക്കെ ഉണ്ടാവില്ലേ, ചെറിയതായിട്ട് ചിഹ്നലൊക്കെ ഇടവന്ന് ആ ഭരണിയിലൊക്കെ ഈ ചെറിയ പോട്ട് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ പോട്ട് കാണില്ല, ഭരണിയും ഈ ചെടി മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളിൽ അതാ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കേണ്ടതാണ്. നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ നമ്മൾ നിറഞ്ഞിട്ടുള്ള മണി പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ 250 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ചെറിയ ചട്ടിയിൽ പോട്ടോട് കൂടെ വാങ്ങിയിട്ട് അതിൻ്റെ തലകളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചുറ്റി വെച്ച് കൊടുത്ത് നല്ല ബുഷിയായിട്ട് തന്നെ പോട്ടിൽ നിറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വീടിനുള്ളിൽ ചെടികൾ വളർത്താം. പിന്നെ ചില ചെടികൾ വെയിൽ ജനലിൻ്റെ അവിടെയൊക്കെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. ഇത് ഇൻഡോർ പ്ലാന്റ്സ് അല്ല, പക്ഷേ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്കിപ്പോൾ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ചെറിയ പോട്ടിൽ ഒരു 100 റുപ്പീസിന് വാങ്ങിയതാണ്. 2 ചെടി ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ കൊണ്ടുവന്ന് റീപോർട്ട് ചെയ്തപ്പോൾ അതിന് നിറച്ച് ചെടികളും ഇലകളൊക്കെ വന്നു. ഇത് വെള്ളം കൂടാനും കുറയാനും പാടില്ല ഈ ചെടി വാങ്ങുമ്പോൾ. പക്ഷേ ബുഷായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളതിൽ മണ്ണ് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട. ഒരു 3 ദിവസമൊന്നും വെള്ളം ഒഴിക്കേണ്ട. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ബുഷായിട്ട്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്ലേറ്റൊക്കെ പഴയതുണ്ടെങ്കിൽ ബ്രാസിൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഏറ്റവും ഭംഗിയാണത്. ഇതിൻ്റെ 3 വെറൈറ്റി ഉണ്ട്. ഇനി 2 വെറൈറ്റിയും കൂടെ വാങ്ങി പോട്ട് ചെയ്യാനുണ്ട് കേട്ടോ. നിറച്ചായിട്ട് വാങ്ങുമ്പോൾ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും.